നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നാട്ടിൽ നിന്ന് എങ്ങനെ ഇവിടം വരെ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുക എന്നുള്ള രീതി നോക്കാം. അതിനായിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിൻ ചൂസ് ചെയ്യുക. അപ്പോൾ രണ്ടും എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രണ്ടും ഒരേപോലെ കൺവീനിയൻ്റ് ആണ്, ഒരേപോലെ പോസിബിളും ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ രണ്ടും എങ്ങനെയാണ് എത്തുക, ഏതാണ് എളുപ്പമുള്ള വഴി, രണ്ടിലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം വീഡിയോ കാണുന്നതിൽ 95% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലൈറ്റിൽ എങ്ങനെ വരാൻ നോക്കാം. ഫ്ലൈറ്റിൽ നോക്കാനാണെങ്കിൽ നമുക്കിവിടെ അടുത്ത് രണ്ട് എയർപോർട്ടാണ് ഉള്ളത്. ഒന്ന് ചണ്ഡീഗഡ് എയർപോർട്ടും മറ്റൊന്ന് അമൃത്സർ എയർപോർട്ടും. അപ്പോൾ രണ്ട് എയർപോർട്ടിൻ്റെ ദൂരവും ഒരേപോലെയാണ് ഇവിടെ വരുന്നത്. ചണ്ഡീഗഡ് ആണെങ്കിൽ 120 കിലോമീറ്ററും അതൊക്കെ തന്നെ അമൃത്സർ ആണെങ്കിൽ 110 സംതിങ് ഉണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടിലേക്കും ഉള്ള ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടിടത്തും വന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊരു ബസ് ചൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ക്യാബ് ചൂസ് ചെയ്തോ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. രണ്ടിടത്തേക്കും ഒരേ ദൂരമാണ് ഉള്ളത്. അപ്പോൾ ഇത് എക്സാക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ പഗ്വാഡ എന്ന് പറയുന്ന സ്ഥലത്തിനും ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയ്ക്കാണ്. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന റൂട്ടിൽ ആദ്യം പഗ്വാഡ വരും. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലം വരും. അത് കഴിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ജലന്ധർ സിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലൊക്കേഷൻ നോക്കി വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചണ്ഡീഗഡ് ആണെങ്കിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുന്ന റൂട്ടിലായിരിക്കും, അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ ജലന്ധറിൽ നിന്ന് വരുന്ന റൂട്ടിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമൃത്സറിലേക്കും അതുകൊണ്ട് തന്നെ ചണ്ഡീഗഡിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കൂടും. നിങ്ങൾക്ക് ലേ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പൈസയെക്കുറിച്ച് കൺസേൺ ആയിട്ടുള്ള ആളാണെങ്കിൽ അത് നല്ല റേറ്റും ഉണ്ടാവും ഈ രണ്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിലും കുറച്ചും കൂടെ പൈസ കുറവും അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് എടുക്കുക. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫഗ്വാഡയിലേക്ക് നമ്മളൊരു ട്രെയിൻ എടുക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പൈസയുടെ രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് എപ്പോഴും ട്രെയിൻ ഉണ്ടാവും. ഒരു ദിവസം ഒരു 7 ട്രെയിൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്കൊരു 6-7 മണിക്കൂർ ട്രാവൽ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ശതാബ്ദിയോ മറ്റോ വന്ദേ ഭാരത് അങ്ങനെ ആണെങ്കിൽ 4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നമുക്കതിവിടെ ജലന്ധർ സ്റ്റോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ പഗ്വാഡയിൽ സ്റ്റോപ്പ് ഉണ്ടാവും. ഒട്ടുമിക്ക ട്രെയിനും പഗ്വാഡയിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ടാവും. വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ പഗ്വാഡയിൽ സ്റ്റോപ്പ് ഇല്ലാണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അടുത്ത ജലന്ധർ കാണ്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജലന്ധർ സിറ്റി വരിക. അപ്പോൾ നിങ്ങൾ പഗ്വാഡ ഉണ്ടെങ്കിൽ പഗ്വാഡ ചൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ജലന്ധർ കാണ്ട് ചൂസ് ചെയ്യുക, അതും ഇല്ലെങ്കിൽ ജലന്ധർ സിറ്റി ചൂസ് ചെയ്യുക. എന്തായാലും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലേക്ക് നമുക്ക് എപ്പോഴും ഫ്ലൈറ്റ് കിട്ടും, കുറച്ചും കൂടെ വിലക്കുറവായിരിക്കും. അവിടുന്ന് നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രെയിൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഗ്വാഡയോ ജലന്ധറോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ബസ് ചൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാബ് എടുത്തിട്ടോ അതല്ലെങ്കിൽ ഓട്ടോയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും. പഗ്വാഡയിലാണെങ്കിൽ 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് പഗ്വാഡ വരെ. അതുപോലെ തന്നെ ജലന്ധർ കാണ്ടാണെങ്കിൽ അവിടെയും 10 കിലോമീറ്റർ, ജലന്ധർ സിറ്റി ആണെങ്കിൽ ഒരു 14 കിലോമീറ്റർ, അത്രയേ ഉള്ളൂ ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ വരിക. നിങ്ങൾ ട്രെയിനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് 2 ട്രെയിനാണ് ഉള്ളത് ഡയറക്റ്റ് ജലന്ധറിലേക്ക്. ഒന്ന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്, 2 ഹിംസാഗർ എക്സ്പ്രസ്. അപ്പോൾ കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് നോക്കുകയാണെങ്കിൽ രണ്ടും വീക്ക്ലി എക്സ്പ്രസ് ആണ് കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് നമ്മൾ കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് നോക്കുകയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ 2.5 ദിവസം കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ അത് മാക്സിമം ഉള്ളവർ ചൂസ് ചെയ്യുക. ട്രിവാൻഡ്രത്തു നിന്നാണ് എടുക്കുന്നത്, കൊച്ചുവേളിയിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവർക്കും അത് ചൂസ് ചെയ്ത് 2.5 ദിവസം കൊണ്ട് എത്താൻ പറ്റും. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രെയിൻ ജേണി കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞത് ഹിംസാഗർ എക്സ്പ്രസ്. അത് എത്ര ഗതികെട്ട അവസ്ഥയിലാണെങ്കിലും ആ ട്രെയിൻ എടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാര്യം അതൊരു ലോക്കൽ ട്രെയിനാണ്. അത് കുറേ ചുറ്റിക്കിറങ്ങി 3.5 ദിവസം കണ്ടെടുത്തിട്ടാണ് ഇവിടെ എത്തുക. അതിവിടുന്ന് ആന്ധ്ര, അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ആന്ധ്ര, മധ്യപ്രദേശ്, പിന്നെ UP-യിലൊക്കെ പോയി കറങ്ങിയിട്ടാണ് അത് വരിക. അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യാതിരിക്കുക, അത് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ട്രെയിൻ ഉണ്ട്, ഒരു 6 മണിക്കൂർ ട്രാവലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ട്രെയിൻ എത്തുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇവിടത്തേക്ക് വരാം. കേരളത്തിൽ നിന്ന് ദിവസം ഒരു 3 ട്രെയിനെങ്കിലും ഡൽഹിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ മംഗളയുണ്ട്. ട്രിവാൻഡ്രമാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് ഉണ്ട്, രാജധാനി എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ കേരള എക്സ്പ്രസ് ഉണ്ട്. കേരള എക്സ്പ്രസ് ആണ് കൂടുതൽ സമയം എടുക്കുക, 48 മണിക്കൂർ ഡൽഹി എത്താൻ. മറ്റേത് രണ്ടും 47 മണിക്കൂർ വെച്ചൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങുക. അവിടുന്ന് ഒരു
അടുത്ത ട്രെയിൻ എപ്പോഴാണ് നോക്കുക, നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങോട്ടുള്ള ട്രെയിനൊക്കെ ഒരുവിധം എല്ലാം ഒരു 1.5 മാസം മുന്നേ തന്നെ ഫില്ലാവാറുണ്ട്. സീസൺ ആണെങ്കിൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി സമാധാനത്തിൽ വരാം. അപ്പോൾ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 6 മണിക്കൂർ ജേണി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പഗവാഡ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ജലന്ധർ എടുക്കുക. പറയണമെന്ന് പറഞ്ഞാൽ സമ്മറിലാണെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ എടുക്കാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം 3rd AC തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നല്ല ചൂടായിരിക്കും ഇങ്ങോട്ടൊക്കെ. ഇപ്പോൾ തന്നെ ഇവിടെ 6 മണിയായി, എന്നാലും ഇവിടെ ഒരു 45 ഡിഗ്രിയെങ്കിലും ചൂടുണ്ടാവും. ആകപ്പാടെ ചൂടൊക്കെ കൊണ്ട് വിയർത്തൊലിച്ചാണ് ഞാൻ നടക്കണേ തന്നെ. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു വീഡിയോ എടുക്കാനായിട്ട്. കാര്യം ഫോൺ ചൂടായിട്ട് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ ഹാങ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചർ കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ 3rd AC ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ ട്രാവലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട്. വളരെ എളുപ്പം നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. കുറേ ദൂരെയാണ് സ്ഥലമെങ്കിലും നമുക്ക് വളരെ എളുപ്പം ഇങ്ങോട്ട് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ Instagram ID താഴെയുണ്ട്, ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. നമുക്ക് എല്ലാവരും പെട്ടെന്ന് പോവാം, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ എന്താ കാര്യം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ നോക്കാം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.